ലീനാസ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: നിക്കോദേമോസ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? ഉത്തരം: പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. രണ്ടാമത്തെ ചോദ്യം: പുതുതായി ജനിച്ചാൽ മാത്രം കാണാൻ കഴിയുന്നത് എന്ത്? ഉത്തരം: ദൈവരാജ്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 3: എങ്ങനെ ജനിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുന്നത്? ഉത്തരം: ആത്മാവിലും സത്യത്തിലും ജനിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 4: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തിന് എന്താണ് നൽകിയത്? ഉത്തരം: തൻ്റെ ഏകജാതനായ പുത്രനെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 5: പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത്? ഉത്തരം: നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം. ചോദ്യം 6: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിന്? ഉത്തരം: ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 7: വേദഭാഗം പറയുക. അവൻ വളരണം, ഞാനോ കുറയണം. ഉത്തരം: യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം. ചോദ്യം 8: ആരാണ് വെളിച്ചത്തെ പകയ്ക്കുന്നത്? ഉത്തരം: തിന്മ പ്രവർത്തിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 9: ശാലേമിനരികെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലം ഏത്? ഉത്തരം: ഐനോൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 10: ആരുടെ മേലാണ് ദൈവക്രോധം വസിക്കുന്നത്? ഉത്തരം: പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം. ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.